ഇങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാമൊക്കെ ഈ പറയുന്ന ടൈംസ് ഓഫ് കൊടുങ്ങല്ലൂരല്ലാതെ വേറെ ആരാ കൊണ്ടുവരുന്നത്? വേറെ ആരെങ്കിലും കൊണ്ടുവരുമോ ചേട്ടാ? ഇല്ലല്ലോ, ഇല്ല. ചേട്ടൻ മിണ്ടുന്നില്ല. ചേട്ടാ ഈ പ്രോഗ്രാമിൻ്റെ ആണല്ലേ, ചാനലിൻ്റെ ആണല്ലേ? ഇവിടെ എല്ലാവരും എന്തോ പ്രതിമകൾ പോലെ ഇരിക്കുന്നത്, ആരും അനങ്ങുന്നില്ലല്ലോ. എല്ലാവരും പ്രതിമകൾ പോലെ ഇരിക്കുക. അതെ, ആ വൈറ്റ് നിങ്ങൾ പ്രതിമയാണോ? അവിടെ പ്രതിമയെ കൊണ്ട് വെച്ചിട്ടുണ്ടോ? ഉണ്ടോ? കൈ കാണിക്കുന്നുണ്ട്. ഒന്ന് മിണ്ടിക്കേ ചേട്ടാ, ഹായ് പറഞ്ഞേ. ആ സൗണ്ട് ഉണ്ട്, അപ്പൊ പ്രതിമയല്ല. ഒന്ന് മിണ്ടു. ജസ്റ്റ് നിങ്ങൾ എല്ലാവരും സിനിമ കാണാൻ വന്നിരിക്കുന്നത്, തിയേറ്ററിൽ സിനിമ കാണാൻ വന്നിരിക്കുന്നത് പോലെ എല്ലാവരും ഇരിക്കുന്നത്. ഞാൻ ഇത്രയൊക്കെ സംസാരിക്കുന്നില്ലേ? ചെറിയ ലൈറ്റ് ചെറുതായിട്ട് കത്തി തുടങ്ങി. ഞാൻ അങ്ങോട്ട് പറഞ്ഞോ? പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന ഗസ്റ്റുകളൊക്കെ പോസ്റ്റ് ആവും, അതുകൊണ്ടാണ്. അധികം സമയമില്ല. ഇവിടെ നിങ്ങൾക്ക് മൊമെന്റ് തരണം, പിന്നെ സംസാരിക്കാൻ ഒരുപാട് വ്യക്തികളുണ്ട്, അതുകൊണ്ടാട്ടോ. ലൈറ്റ് ഉണ്ടായിരുന്നു ഞാൻ ഉറപ്പായിട്ട് വന്നേനെ. ലൈറ്റ് വെക്കാത്തത് ഇവരുടെ കുഴപ്പമാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഒരിക്കൽ കൂടി എന്താ പറയുക, എല്ലാവരും ഒരുപാട് സന്തോഷവും ആശംസകൾ അറിയിക്കുകയാണ്. ഇന്ന് അവാർഡ് കിട്ടുന്ന എല്ലാവർക്കും, നമ്മുടെ ഈ നാട്ടിലെ കൊടുങ്ങല്ലൂരിലുള്ള എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഇനിയും ഇതുപോലുള്ള അവാർഡ്സ് കിട്ടുക. അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്നോട്? എന്റെ പ്രോഗ്രാം കണ്ടിട്ടുണ്ടായിരിക്കില്ല അല്ലേ? സ്റ്റാർ മാജിക്കും സുരഭി സുഹാസിനെയൊക്കെ. സുരഭി സുഹാസിനെയാണ് മികച്ച നടിക്കുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. അപ്പൊ എന്തായാലും സന്തോഷം. എന്താ പറയാ, വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടാ? കുട്ടികളുടെ സൈഡിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടാ? എന്താ ബാ പെട്ടെന്ന് വന്നോ. ഇവിടെ കയറി ഡാൻസ് കളിക്കുന്ന പിന്നെ ചോദിച്ചൂടെ? എന്താ ചോദിക്കാനുള്ളത്? പെട്ടെന്ന് ചോദിച്ചോ. കല്യാണക്കാരൊന്നും ചോദിക്കുന്നു. എന്താ കൂട്ടാ? സൂപ്പർ ഷോ. സൂപ്പർ ഷോ നിങ്ങൾ ഓർമ്മയുണ്ടോന്നോ? നിങ്ങൾ വന്നിട്ടുണ്ടായിരുന്നോ? എപ്പോ? ഞാൻ എല്ലാ എപ്പിസോഡിലും ഉണ്ടായിരുന്നല്ലോ. എനിക്ക് അവാർഡ് കിട്ടിയ ദിവസം അന്നാണോ നിങ്ങൾ ഡാൻസ് ഉണ്ടായിരുന്നേ? ഓഡിയൻസ് ആയിട്ട് വന്നു. നിങ്ങളുടെ എന്തെങ്കിലും പെർഫോമൻസ് ഉണ്ടായിരുന്നോ? ഇല്ല. അന്ന് നിങ്ങളുടെ ഉണ്ടായിരുന്നല്ലേ? ഞാൻ കരഞ്ഞു മെഴുകിയായിരുന്നു, കണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ കൊടുങ്ങല്ലൂർ വരാനല്ലേ അവിടെ ഓഡിയൻസ് ആയിട്ട് വന്നത്? ഇത്രയും സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു അവിടെ? ഓക്കെ, ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പൊ എന്നെ നന്നായിട്ട് അറിയായിരിക്കുമല്ലോ അല്ലേ? എങ്ങനെയുണ്ട് എന്നെ പറ്റിയുള്ള അഭിപ്രായം? പറഞ്ഞോ, അല്ലെങ്കിൽ ആൾക്കാർ തെറ്റിദ്ധരിക്കും. ഓക്കെ, എന്തായാലും ഭയങ്കര സന്തോഷം. വീണ്ടും കാണാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. താങ്ക് യു.